ഞാനത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് യൂസഫ് അലി കേരളത്തിൽ നിന്ന് ഓടാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ എതിർക്കാൻ പോകുന്നു, ഇവിടെ വ്യവസായങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയുമില്ല, അത്തരം ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അതിനകത്തൊരു ഒരു പാർട്ടി ലീഡറെ ലക്ഷ്യം വെക്കുകയാണ്. ഇതിനകത്തൊരു പാർട്ടിയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എന്തെങ്കിലും എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വ്യക്തിയാണ്. അദ്ദേഹം ആദ്യമായി കൊടുക്കുന്ന കേസുമല്ല. നെൽവയൽ സംരക്ഷണ നിയമം നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ജില്ലാതല കമ്മിറ്റിയിലെ പാലക്കാട് എന്താണ് സംഭവിച്ചത്? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, താങ്കൾക്ക് അറിഞ്ഞുകൂടെ? തീർച്ചയായിട്ടും യൂസഫ് അലി പാലക്കാട്ട് മാത്രമല്ല, കേരളത്തിൽ എവിടെ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങുമ്പോഴും പ്രാദേശികമായിട്ടുള്ള വസ്തുക്കളുടെ വിൽപ്പന ഗണ്യമായി കുറയാണ്. നിങ്ങൾ MG റോഡിലെ കച്ചവടം പോയത് നോക്കൂ. നിങ്ങൾ കേരളത്തിൽ കൊച്ചിയിലെ മറ്റ് പ്രദേശങ്ങളിലുള്ള കച്ചവടങ്ങൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ MA യൂസഫ് അലി ഒരു പ്രോഗ്രാമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ പറഞ്ഞത് ലുലു മാള് അദ്ദേഹത്തിന് തൃശ്ശൂരിൽ പുതിയതായിട്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിന് ഇടങ്കോലിട്ട് നിൽക്കുന്നു എന്നും അദ്ദേഹത്തിന് പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് അത് ഒരു പക്ഷേ അത്തരത്തിൽ ഇന്നലത്തെ ചില രാഷ്ട്രീയ നെറികേടുകൾ, കാരണം യൂസഫ് അലി സാഹിബിൻ്റെ അന്നത്തെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ചില രാഷ്ട്രീയ നെറുകേടുകൾ കൊണ്ടായിരിക്കാം ചില സ്വൽപ്പര കക്ഷികൾ അദ്ദേഹത്തിനെതിരെ തിരിയുകയും പിന്നീട് ലാഭവും നേട്ടവും ഒരേ സമയം കൊയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന നെറികെട്ട നിലപാടുകളായിരിക്കും എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായത്. സത്യത്തിൽ അത് യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ ഒരു അഭിഭാഷകൻ്റെ റിപ്പോർട്ടർ ചാനലിലെ ഒരു അദ്ദേഹവുമായിട്ടുള്ള ഒരു TV ഷോയിലെ ഒരു ന്യൂസ് റിപ്പോർട്ട് ഞാൻ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതിൽ പറയുന്നത്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും ചില ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം നിയമം രൂപപ്പെടുത്തുകയും ചില ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് മറ്റൊരു നിയമവും നമ്മുടെ രാജ്യത്ത് പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിലപാട് ഉണ്ടാവാറുണ്ട്. കാരണം പണമുള്ളവൻ്റെ കൂടെ ഒരു നിയമവും സാധാരണക്കാരൻ്റെ കൂടെ മറ്റൊരു നിയമവും. കാരണം ഇന്ത്യൻ നിയമത്തിൽ എല്ലാവർക്കും നീതി തുല്യ പരിഗണനയായിരിക്കണം. യൂസഫ് അലി സാഹിബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കേസ് ഇപ്പോൾ കോടതിയിലാണ് എന്നും ആ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ ഏത് പാർട്ടിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു വിഷയം എന്താണ് എന്ന് വളരെ വിശദമായിട്ട് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടൊന്ന് ഞാൻ ഇവിടെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. ഗുഡ് ഈവനിങ് സുജയ. ഈ കേരളത്തിൽ യൂസഫ് അലിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരം ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളുമാണ് ഉള്ളത് എന്നുള്ളത് യൂസഫ് അലിയുടെ 2 പ്രോജക്റ്റുകളെങ്കിലും കീനായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള, അത് സോഷ്യൽ മീഡിയയിൽ അതത് സമയം എഴുതിയിട്ടുള്ള എനിക്കറിയാം. കൊച്ചിയിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലുലുവിന്റെ കേസ്, ലുലു മാളിന്റെ കേസ്. അതുപോലെ തിരുവനന്തപുരത്ത് നമുക്കറിയാം. അപ്പൊ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇതൊന്നും ഈ പ്രോജക്റ്റുകൾ വരരുത് എന്ന് വിചാരിച്ച് നടത്തുന്ന എതിർപ്പുകളോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ഒന്നുമല്ല. മറിച്ച് ഈ പ്രോജക്റ്റുകൾ വരുന്ന സ്ഥലം, ആ പ്രോജക്റ്റ് വരുന്ന സ്ഥലം മറ്റെല്ലാ ആളുകൾക്കും ബാധകമായിരിക്കുന്ന നിയമം യൂസഫ് അലിക്കും ബാധകമാണ് എന്ന് മാത്രമാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്ത്, രാഷ്ട്രീയ നേതൃത്വത്തെ വിലക്കെടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ വരുതിയിലാക്കി നിയമങ്ങളിൽ മാത്രമല്ല വെള്ളം ചേർക്കുന്നത്, രേഖകളിൽ കൃത്രിമത്വം കാണിച്ചു പോലും പലപ്പോഴും ഇത്തരം പദ്ധതികൾക്ക് അനുമതി നേടിയെടുക്കാറുണ്ട്. അപ്പൊ യൂസഫ് അലിയുടെ കാര്യത്തിൽ ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു എതിർപ്പ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് മറ്റാർക്കും നികത്താൻ പറ്റാത്തൊരു ഭൂമി, അത് വയലായിട്ടുള്ളൊരു ഭൂമി, കേരള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം മറ്റെല്ലാവർക്കും നിയന്ത്രണങ്ങളുള്ള ഒരു ഭൂമി യൂസഫ് അലി വാങ്ങിക്കുമ്പോൾ മാത്രമാണ് ഈ നിയമം ഇല്ലാതാവുന്നതും പൊടുന്നനെ ഈ ക്ലിയറൻസുകളെല്ലാം ലഭ്യമാവുന്നതും അല്ലെങ്കിൽ നെൽവയൽ നിർത്തണ നിയമം തന്നെ ഇല്ലാതാവുന്നതും. സർക്കാർ അതിനുവേണ്ടി മറ്റെല്ലാ സ്ഥലത്തും പറയുമ്പോഴും ചിലർ വരുമ്പോൾ നിയമം വഴിമാറും എന്ന് പറയുന്നത് പോലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലാണ്. കോടതി അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഇക്കാര്യത്തിൽ കേസിന്റെ മെറിറ്റ് എന്താണ് എന്നതേക്കുറിച്ച് അദ്ദേഹം ആ പ്രസംഗത്തിൽ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എന്താണെന്ന് ഞാൻ എടുത്തു നോക്കി. അതിൽ അദ്ദേഹം ഈ മുടക്കികൾ എന്നുള്ള രീതിയിലേക്ക് ഒരു ഹിന്റാണ് ആ വാചകങ്ങളിലൂടെ കൊണ്ടുവരാൻ. അതായത് അദ്ദേഹം ഇത് കൊണ്ടുവരാൻ 3000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ നിൽക്കുന്ന ഒരു വ്യവസായി, ആ വ്യവസായിയെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന ഒരു ഹർജിക്കാരൻ, ആ ഹർജിയിൽ ഒരു കഴമ്പില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം, ആ ഹർജിക്കാരന്റെ പാർട്ടിയെ കൂടി അദ്ദേഹം മെൻഷൻ ചെയ്തു പോവുകയാണ്. പക്ഷേ കേസിന്റെ മെറിറ്റിനെ കുറിച്ച്, എന്താണ് കോടതിയിൽ നിൽക്കുന്ന കേസിന്റെ ഉള്ളടക്കം എന്നതിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
അല്ല, കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിലെ കക്ഷി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കോടതിയിൽ വിശ്വാസം അർപ്പിക്കണമായിരുന്നു. അദ്ദേഹം ആ കോടതിയുടെ ഔട്ട്കം വരെ കാത്തിരിക്കണമായിരുന്നു. അതിന് പകരം ആ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിലുള്ള ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറ്റാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കോടതിയലക്ഷ്യ കേസിലേക്ക് പോലും പോകാൻ സാധ്യതയുള്ള. കാരണം ബഹുമാനപ്പെട്ട കോടതി അത് കേട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കേസിനകത്ത് അതിന്റെ മെറിറ്റ് പരിശോധിക്കപ്പെട്ട് അതിൽ വിധി വരാനിരിക്കുമ്പോൾ അതിലെ ഒരു കക്ഷിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മീഡിയ സപ്പോർട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വിസിബിലിറ്റി ഉപയോഗിച്ച് അതിലെ മറ്റൊരു കക്ഷിക്കെതിരായിട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയാണ്. ഇപ്പൊ എന്റെ കക്ഷിയല്ല, എന്റെ കേസുമല്ല, ഞാൻ ഇതിനകത്ത് ബന്ധപ്പെട്ടില്ല. പക്ഷെ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ബഹുമാനപ്പെട്ട കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതായത് യൂസഫ് അലി കേരളത്തിൽ നിന്ന് ഓടാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ എതിർക്കാൻ പോകുന്നു, ഇവിടെ വ്യവസായങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയുമില്ല, അത്തരം ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അതിനകത്തൊരു ഒരു പാർട്ടി ലീഡറെ ലക്ഷ്യം വെക്കുകയാണ്. ഇതിനകത്തൊരു പാർട്ടിയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എന്തെങ്കിലും എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വ്യക്തിയാണ്. അദ്ദേഹം ആദ്യമായി കൊടുക്കുന്ന കേസുമല്ല. നെൽവയൽ സംരക്ഷണ നിയമം നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ജില്ലാതല കമ്മിറ്റിയിലെ പാലക്കാട് എന്താണ് സംഭവിച്ചത്? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ താങ്കൾക്ക് അറിഞ്ഞുകൂടെ? തീർച്ചയായിട്ടും യൂസഫ് അലി പാലക്കാട്ട് മാത്രമല്ല, കേരളത്തിൽ എവിടെ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങുമ്പോഴും പ്രാദേശികമായിട്ടുള്ള വസ്തുക്കളുടെ വിൽപ്പന ഗണ്യമായി കുറയാണ്. നിങ്ങൾ MG റോഡിലെ കച്ചവടം പോയത് നോക്കൂ, നിങ്ങൾ കേരളത്തിൽ കൊച്ചിയിലെ മറ്റ് പ്രദേശങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് നോക്കൂ. അതെല്ലാം ലുലുവിലേക്ക്, അത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം 10 തൊഴിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ 10 തൊഴിൽ ഇല്ലാതാവുന്നുണ്ട്. അദ്ദേഹം 100 കോടി നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ 100 കോടിയുടെ നിക്ഷേപം ഇപ്പുറത്ത് ഇല്ലാതാവുന്നുണ്ട്. അതൊക്കെ വേറൊരു വിഷയം. നമ്മളിപ്പോൾ അതിലേക്ക് ഈ ഷോപ്പിംഗ് മാളുകളുടെ രാഷ്ട്രീയത്തെ പറ്റിയോ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന മാറ്റത്തെ പറ്റിയോ അല്ല വേണ്ട എന്നുള്ള അഭിപ്രായം നമുക്ക് രണ്ടുപേർക്കുമില്ല. അത് നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ അതിനായി തെരഞ്ഞെടുക്കുന്ന ഭൂമിയാണ് അത്. സാധാരണക്കാരനും യൂസഫ് അലിക്കും ഒരേ നിയമം വേണം. ഇതിലെല്ലാവർക്കും ഒരേ നിയമം വേണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിനകത്ത് യൂസഫ് അലി വാങ്ങുമ്പോൾ മാത്രം ഇപ്പൊ കോഴിക്കോട്ട് അദ്ദേഹത്തിന് ഷോപ്പിംഗ് മാൾ പണിയാൻ വേണ്ടി സർക്കാർ ചട്ടം മറികടന്നുകൊണ്ട് സ്ഥലം കൊടുക്കുകയുണ്ടായി. അതിനെതിരായിട്ട് പ്രാദേശികമായിട്ട് വന്ന എതിർപ്പുകൾ പോലും സർക്കാർ ഒറ്റയടിക്ക് ഇല്ലാതാക്കി. ഇപ്പൊ അത്തരം എന്തൊരുത്തി തന്നെയാണ് ERZ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നെൽവയലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള തൊട്ടടുത്തുള്ള പ്രദേശമായിരുന്നു, നീർത്തമായിട്ടുള്ള പ്രദേശമായിരുന്നു. എല്ലാ നിയമങ്ങളും എല്ലാ പേപ്പറുകളും ക്ലിയർ ആയി യൂസഫ് അലി വന്നപ്പോൾ. അപ്പോൾ എനിക്കോ ശ്രീ സുജയ്ക്കോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ വാങ്ങി ഒരു വീട് വെക്കാൻ പറ്റാത്തൊരു സ്ഥലം യൂസഫ് അലി വാങ്ങുമ്പോൾ മാത്രം അതിലെ നിയമങ്ങൾ വഴിമാറുന്നു, സർക്കാരുകൾ വഴിമാറുന്നു, അന്വേഷണ സംവിധാനങ്ങൾ ഇല്ലാതാവുന്നു. ഇത് അദ്ദേഹത്തിന് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളെ ഇത്തരത്തിൽ പൊതുജന മധ്യത്തിൽ അപമാനിക്കാം എന്നൊരു ധാരണയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം വെച്ച് സംസാരിച്ചത്. ആ വെച്ചുള്ള സംസാരം ശ്രീ യൂസഫ് അലിയെ പോലെ ഒരു വ്യവസായിക്ക് ചേർന്നതല്ല. അദ്ദേഹത്തിന് ഇനിയും ഈ നാട്ടിൽ വ്യവസായം നടത്തേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വെച്ച സംഭാഷണം പറഞ്ഞത് ശരിയായില്ല. അത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിലുള്ള ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ, കാരണം ഒരു അഭിഭാഷകന് അതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഒരു സീനിയർ അഭിഭാഷകനാണ് ഹരീഷ് വാസുദേവന്. പല കേസുകളും ഇത്തരത്തിലുള്ള ഇത്തരം കേസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലുള്ള ഒരു വ്യക്തിയാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായതും യൂസഫ് അലി അന്ന് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും കോടതിയിൽ ഒരു കേസ് നിൽക്കുന്ന സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും തനിക്ക് നിയമം അനുകൂലമാകില്ല എന്ന് ഒരു വ്യക്തിക്ക്, ഒരു കക്ഷിക്കോ തോന്നുന്ന സമയത്താണ് ഇത്തരം നിയമത്തിനെതിരെ മറ്റൊരു തരത്തിലുള്ള ചില രണ്ടാം കട ഒരു പരിപാടി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ യൂസഫ് അലി യഥാർത്ഥത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഒരു പക്ഷേ ഇത്തരം തണ്ണീർ പാടം, അതായത് പാടം നികത്തിക്കൊണ്ട് ഒരിക്കലും, കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലുള്ള പാടങ്ങളും ഇത് എല്ലാം ഒരിക്കലും ഇത് നികത്തി, മണ്ണ് നികത്തി പാടം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ കാർഷിക വിളയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിയമമാണ് തണ്ണീർപ്പാടം നികത്താൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. പക്ഷേ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിയമത്തിനാണ് യൂസഫ് അലി കേസ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു അഡ്വക്കേറ്റ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ നിയമപരമായിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഈ ഒരു അഭിഭാഷകൻ ഇതേക്കുറിച്ച് സംസാരിച്ചത്. പക്ഷേ ഡോക്ടർ MA യൂസഫ് അലി എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് അത് പറഞ്ഞു എന്നും, എന്തുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്തായിരിക്കും സാഹചര്യം, അടുത്തൊരു ഇലക്ഷനിൽ ഒരുപക്ഷെ അടുത്ത മറ്റൊരു വലതുപക്ഷം കടന്നു കയറുമോ, ആ സമയത്തുള്ള ഒരു മുൻകൂറുള്ള
അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം തന്ത്രമാണോ എന്ത് തന്നെ ആയാലും ഒരു ബിസിനസ്മാന് ഒരുപാട് പണം ചിലവാക്കി ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് അവരുടേതായ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ എന്ത് തന്നെ ആയാലും നിയമത്തെ മറികടക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ പല ബിസിനസ്മാന്മാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയമം പണം കൊടുത്ത് വാങ്ങുക, യഥാർത്ഥത്തിൽ ഒരിക്കലും നിയമം പണം കൊടുത്തുകൊണ്ട് വാങ്ങുന്ന രീതിയിൽ ഒരിക്കലും ഒരു കച്ചവടമോ സ്വന്തം സ്വൽപ്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നതിനെ ഒരിക്കലും അനുകൂലിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യൻ നിയമം എല്ലാവർക്കും തുല്യമാണ്. അത് പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവർക്കും. ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു പാടത്ത് വീട് വെക്കാൻ പോലും ഒരു പാടത്ത് അതായത് ഇത്തരം പാടം നികത്തിക്കൊണ്ട് വീട് വെക്കാൻ ഒരാൾക്കും ഇതില്ല. കാരണം അതിൻ്റെതായ ഒരു ടേംസും പോളിസിയും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ രാജ്യത്തെ നിയമം എല്ലാവർക്കും തുല്യരാണ്. ഒരു പക്ഷേ ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ എം എ യൂസുഫ് അലി എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ഇതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് പറയാതെ വയ്യ. പല ബിസിനസ്മാന്മാരും കേരളം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇന്ത്യ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പല സാഹചര്യങ്ങളിലൂടെയുമാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഒരു പക്ഷേ ഡോക്ടർ എം എ യൂസുഫ് അലിയെ പോലെയുള്ള ആളുകൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പലർക്കും നിയമം പണം കൊടുത്ത് വാങ്ങുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഇന്ത്യയിൽ ഒരിക്കലും പാടില്ല. കാരണം അത് നമ്മുടെ രാജ്യത്തെ നീതിക്ക് നിരക്കാത്തതാണ്. ഒരു പക്ഷേ യൂസുഫ് അലി അത്തരം ഒരു കാര്യം ചെയ്തു എന്ന് ഞാൻ പറയില്ല. കാരണം ഇവിടെ ഈ ഒരു അഭിഭാഷകൻ ഇതേക്കുറിച്ച് പറയുമ്പോഴേ അതിൽ എന്താണ് വ്യക്തത എന്നറിയണം എന്നുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സമയത്ത് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ എന്ത് തന്നെ ആയാലും ഒരിക്കലും നമ്മുടെ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ ഇന്ത്യ ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ബിസിനസ് ഫ്രണ്ട്ലി ആവണം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും നമ്മുടെ നിയമവും കാര്യങ്ങളും പണം കൊടുത്ത് വാങ്ങുന്ന ഒരു നിയമമാവരുത് നമ്മുടെ ഇന്ത്യയുടേത്. കാരണം ഇന്ത്യയിലെ സാഹചര്യങ്ങളൊക്കെ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇലക്ഷനും എല്ലാം തന്നെ പണം കൊടുത്ത് വാങ്ങിയിട്ട് ഒരു ഫാസിസത്തിന് അടിയറ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സാഹചര്യങ്ങളും ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സാഹചര്യങ്ങളിലെ പല സംസ്ഥാനങ്ങളിലെ പല സാഹചര്യങ്ങളും ഇത്തരത്തിലൊക്കെയാണ്. പക്ഷേ നമ്മുടെ കേരളം മലയാളികൾ ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മലയാളി സംരംഭകന് നമ്മൾ ഇങ്ങനെ ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഡോക്ടർ എം എ യൂസുഫ് അലിയെ പോലത്തെ ഒരാൾ അദ്ദേഹം ഈ ഒരു തണ്ണീർ പാടം നികത്തിക്കൊണ്ട് അദ്ദേഹം ലുലു മാൾ പണിയുകയല്ലയോ ഒന്നും നമുക്ക് അറിയില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അതും കൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞാലും അതേസമയം എതിർ കക്ഷിയും ഈ കാര്യം തുറന്നു പറയുമ്പോൾ മാത്രമേ നമുക്ക് ഇത് യഥാർത്ഥത്തിൽ വിശ്വസിക്കാനാവും. ഏതായാലും വീഡിയോ കുറിച്ച് പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരും.